നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. മുഖ്യമന്ത്രി നിസ്സംഗത പാലിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഒരു ഗുണ്ടാ നേതാവിൻ്റെ ശുചിമുറിയിൽ വെച്ചാണ് ഒരു ഡിവൈഎസ്പിയെ കണ്ടെത്തിയത് എന്ന സംഭവവും കേരളത്തിൽ നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. സംസ്ഥാനത്ത് ഗുണ്ടാ പോലീസ് ബന്ധം വർദ്ധിക്കുകയാണോ? ആഭ്യന്തര വകുപ്പിന് ഇതിൽ ഒന്നും ചെയ്യാനില്ലേ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ളയാണ് നമ്മുടെ ആദ്യ കോളർ. ശ്രീ രവിചന്ദ്രൻ പിള്ളയ്ക്ക് എന്ത് തോന്നുന്നു? ഗുണ്ടകളുടെ ശുചിമുറിയിലൊക്കെ ഈ ഡിവൈഎസ്പിമാർക്ക് എന്ത് കാര്യമുണ്ടായിരിക്കണം? നമസ്കാരം. കേരളത്തിൽ ഏകദേശം 8 വർഷം കൊണ്ട് ഗുണ്ടകള് വിളയാട്ടമാണ്. കാരണം പറഞ്ഞാൽ ഈ പിണറായി സർക്കാർ കയറിയിട്ട് 8 വർഷത്തിന് മുമ്പ് അതിന്റെ ഒരു ഉദാഹരണം നമ്മളെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ നമ്മളെ ഇവിടെ കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ നവകേരള യാത്രയിൽ ഈ കണ്ണൂരും പിന്നെ ആലപ്പുഴയിലും പോലീസുകാർ തന്നെ കേരളത്തിലെ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന മുഖ്യമന്ത്രിയെ രക്ഷാപ്രവർത്തനം വേണ്ടി നടത്തിയതാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല. കാരണം പറഞ്ഞാൽ കേരളത്തിൽ നീ കൂടുതൽ ഗുണ്ടകളെ വിളയാട്ടം നടക്കത്തതേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ പോലീസ് ഗുണ്ടകളുമായിട്ട് അത്ര വലിയ ആത്മബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അത് സർക്കാർ നോക്കൂത്തിയാണ്. 100% സർക്കാരിന്റെ വീഴ്ചയാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പറഞ്ഞാൽ ഇവിടെ തന്നെ പാരാത്രിക്ക് അല്ലെങ്കിൽ പകല് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇവിടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കഴിയാത്ത സാഹചര്യമാണെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. ഏതായാലും വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ള. കുഞ്ഞഹമ്മദ് വിളിക്കുന്നത് മേപ്പയ്യൂരിൽ നിന്നാണ്. ശ്രീ കുഞ്ഞഹമ്മദിന് എന്ത് തോന്നുന്നു? ഇത് നിയന്ത്രിക്കാൻ കഴിയില്ലേ നമ്മുടെ സർക്കാരിന്? കേരളത്തിലെ പോലീസ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല മികച്ച പോലീസാണ്. അത് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിച്ച് വെറുതെ അതും പറഞ്ഞ് ഇങ്ങനെ പോലീസിന്റെ വീര്യം കെടുക്കരുത്. ഒറ്റപ്പെട്ട സംഭവം ഞങ്ങൾ ഊതി വീർപ്പിച്ച് പോലീസിന്റെ വീര്യം കെടുത്തതാണോ? കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ 2022 സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും സംസ്ഥാന സർക്കാരിന് നൽകുകയാണ് റിപ്പോർട്ട്. പോലീസ് നീക്കങ്ങൾ ചോരുന്നു. ഓപ്പറേഷൻ കാവൽ, ഓപ്പറേഷൻ കുബേര, മുഴുവൻ പോലീസിന്റെ ഇത്തരം ഓപ്പറേഷനുകളും ചോരുന്നത് പോലീസ് ഗുണ്ടാ സംഘം തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. മണ്ണു മാഫിയുമായി ബന്ധം, റിയൽ എസ്റ്റേറ്റുമായി ബന്ധം, ബ്ലേഡ് മാഫിയുമായി ബന്ധം. കഴിഞ്ഞ വർഷം 5 ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തത്. 2700 ഗുണ്ടകളെ ആകെ ഈ കേരളത്തിലുള്ളൂ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അതിനേക്കാൾ പോലീസുകാർ ഇവരുമായി ബന്ധം വെക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി. എന്നിട്ട് ശ്രീ കുഞ്ഞഹമ്മദ് പറയുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞാൽ. പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ എടുത്തുകൊണ്ട് പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ചയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ പോലീസിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഭയവുമില്ലേ? അവരല്ലേ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്ത് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറുകാരമല്ല സാർ? അതൊന്നും നമ്മൾ പറയണ്ടേ? ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ സർവീസ് അവസാനിക്കാറായി. ഇനി സസ്പെൻഡ് ചെയ്താൽ ഇതൊന്നും ഭയമില്ല എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്? ഇങ്ങനത്തെ ഒരാൾ ഇത്രയും കാലം ഈ സർവീസ്, അയാൾ റിട്ടയർ ചെയ്യാൻ ഈ 31-ാം തീയതി റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്രയും കാലം ഈ പോലീസിനകത്തുണ്ടായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ലജ്ജ തോന്നുകയാണ്. ഒറ്റയടിക്ക് ഈ ഭരണകൂടങ്ങൾ മാറുന്നില്ല. ഒറ്റയടിക്ക് നമുക്കൊന്ന് നിർത്തിയാനായാലൊക്കെ പതുക്കെ റെഡിയാക്കി കൊണ്ടുവരൂ ഗവൺമെന്റ്. നിങ്ങൾ കാത്തിരിക്കൂ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ സാർ. ഞാൻ കാത്തിരിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ ഈ 8 വർഷം പോരെ ഒരു പോലീസിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ? ഈ പോലീസിലെ ആളുകൾക്ക് ഒരു ഭയവുമില്ലേ എന്നാണ് എനിക്ക് മനസ്സിലായത്. പോലീസിലെ നല്ല ആളുകളില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു, ഓപ്പറേഷൻ കുബേര, പലിശക്കാരെ പിടിച്ചെടുക്കാനുള്ളതാണ്. പലിശക്കാരുടെ അടുത്ത് എത്തുമ്പോഴേക്ക് വിവരങ്ങൾ ചോരുകയാണ്. എങ്ങനെ ചോരാതിരിക്കും? ശുചിമുറിയിൽ ഇരിക്കുകയല്ലേ ഡിവൈഎസ്പി. സാറേ താങ്കൾ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ 2 കൊല്ലോടെ സാറ് കാത്തുന്നതൊക്കെ ശരിയാകും.
അന്നേരം കാണിക്കുന്ന ജനങ്ങൾക്ക് മാറിയ ഒരു ചാനലാണ് ന്യൂസ് 18 ചാനൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കുക, എല്ലാം ശരിയാവും സാറേ. ഏതായാലും കുഞ്ഞഹമ്മദിന്റെ പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ്. ഇത്തരം ആളുകളെ പിടിക്കാൻ പോലീസിനകത്ത് തന്നെ ആളുകൾ തയ്യാറാകണമെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശിവജിക്ക് എന്ത് തോന്നുന്നു? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ കേരളത്തിൽ പോലീസ് ഗുണ്ടാബന്ധം? ഒന്നും പറയല്ലേ. കാരണം എന്താണെന്നറിയോ, പോലീസിന്റെ മൊറയിൽ അതെങ്ങാനും നഷ്ടപ്പെട്ടങ്ങ് ഇടിഞ്ഞു പോയാലോ. കാരണം സിമെന്റ് കുറച്ചാ തേർത്തിരിക്കുന്നത് ഈ മൊറയിൽ ഉണ്ടാക്കിയെടുത്ത്. അത് കാരണം ഇങ്ങേർക്ക് വേണ്ടി പോലീസിന്റെ മൊറയിലും ആത്മവീര്യം എന്നൊരു സാധനം ഉണ്ടല്ലോ പോലീസിന്റെ, അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ചോർന്നു പോയാലോ അടിയിൽ കൂടെ. എന്റെ സാറേ കൊതിയാവുക ശരിക്കും പറഞ്ഞ ഇറാനിലെ ആ ഹെലികോപ്റ്റർ ഒരെണ്ണം ഒരു കുറച്ച് നിമിഷം ഇടുക്കിയുടെയോ ആ കക്കി ഡാമിന്റെയോ ഒക്കെ മുകളിൽ ഒന്നും പറഞ്ഞായിരുന്നെങ്കിൽ കൊതിയാവുക. സത്യം പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ കള്ളന്മാരെല്ലാം കൂടെ കൂടി ഈ നാടിനെ നശിപ്പിക്കും. മയക്കുമരുന്നിനും ഈ കള്ളത്തരത്തിനും എല്ലാം കൂട്ടിക്കുന്ന പോലീസാണ്. വൈകുന്നേരങ്ങളിൽ വാർക്കപ്പണിയും കഴിഞ്ഞവരുടെ പാവപ്പെട്ടവന്റെ നെഞ്ചിടിച്ച് പിഴിഞ്ഞ് അവന്റെ ഇന്ന് പെറ്റിയടിച്ച് ഇയാൾക്കുണ്ടാക്കി കൊടുക്കുവാണ് സ്വത്ത്. വഴിക്ക് മുക്കിലും മൂലരും ക്യാമറ വെച്ചിട്ട് ആ കള്ളത്തരവും അതിന്റെ കാശും കൂടെ എടുക്കുക. അല്ലാണ്ട് കൃത്യമായ ഒരു ഭരണം നടത്തി വേണ്ടതെന്ന് ഞാനല്ല, കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത് ജനങ്ങളെ മുടിപ്പിക്കുന്നു. ഇയാളുടെ പണി ഇതാ. ഇയാളുടെ നാശം കാണാതെ ഈ കേരളം ഒരിക്കലും നന്നാവാൻ പോകില്ല കേട്ടോ. പ്രാക്കല്ലോ, മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, ഈ സാധാരണക്കാരന് പെറ്റിയടിക്കാനും ഹെൽമറ്റ് ചെക്ക് ചെയ്യാനും മാത്രമേ കഴിയുന്നുള്ളൂ പോലീസിന്. എന്താണ് ഈ ശുചിമുറികളിലും ഗുണ്ടകളുടെ വീടുകളിലുമൊക്കെ പോലീസിന് കാര്യം? സാറേ, എനിക്ക് പറയാനുള്ളത്, ഈ ചെയ്തത് ഇവര് ഈ ഡിവൈഎസ്പി പോയതും സംബന്ധിച്ചതും ഒക്കെ തെറ്റ് തന്നെയാണ്. അങ്ങേയറ്റം തെറ്റാണ്. അവരെ ശരിക്കും ശിക്ഷിക്കുകയും വേണം. എന്നാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മുടെ പുണ്യാളൻ ഭരിച്ചിരുന്ന കാലത്ത് 2012 ഇങ്ങനെ പോയി അവിടെ പലരും പോയി പല ഗുണ്ടകളുമായിട്ട് വിരുന്ന് പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ കരുണാകരന്റെ കാലത്ത് ഇതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ടായി. അത് പോട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീ രാജൻ പറയുന്നത് എല്ലാ കാലത്തുമുള്ളൊരു സംഭവമാണ്. ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാൻ സമയം തരണം. ഈ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ പെങ്ങടെ മോടെ കല്യാണത്തിന് ഇവിടെ 14ഓളം പോലീസുകാരാണ് സംബന്ധിച്ചത്. അവര് പറഞ്ഞു ദാവൂദ് ഇബ്രാഹിമിനെ കാണാനില്ലെന്ന്. അത് പോട്ട് ഇപ്രാവശ്യം നമ്മുടെ താമര പാർട്ടി ഉണ്ടല്ലോ, UP-ൽ 14 ഗുണ്ടകൾക്കാണ് ടിക്കറ്റ് കൊടുത്തേക്കുന്നത്. വളരെ വലിയ വാചകം അടിക്കുന്ന ശിവജിയോടൊന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ബീഹാറില് ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കാണ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് താമര പാർട്ടി. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ പരാതി അവിടെ വരെ എത്തിയിട്ടില്ല. നമ്മുടെ കേരളം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. DSP വരെ സംബന്ധിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് അവരുടെ ശുചിമുറിയിലെങ്കിലും പോലീസിനെ ഇരുത്തണം എന്നാണോ നിലപാട്? ആ നിലയിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇത് ഒട്ടും ആശ്വാസ്യമല്ല ശ്രീ രാജ. അങ്ങ് സ്ഥിരം പൊതുവേദിയുടെ ഒരു പ്രാക്ടിക്കലാണ്. ഈ റിയൽ എസ്റ്റേറ്റുകാരും മണ്ണ് മാഫിയും ബ്ലേഡ് മാഫിയും ഒക്കെ മഹാരാഷ്ട്രയിൽ ഗുണ്ടകളുടെ പാർട്ടിക്ക് മിനിസ്റ്റർമാര് പങ്കെടുത്തു. അല്ല, ഇതിന് ഞാൻ ചോദിക്കുന്നത് അതല്ലെന്ന്. ഈ കഴിഞ്ഞ വർഷമാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ വലിയ നടപടികളുമായി രംഗത്ത് വന്നത്. അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇതോടുകൂടി തീരാനുള്ള കാരണം 5 ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് ശക്തമായ നടപടിയെടുത്ത് അത് തുടരുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ അതെല്ലാം അവസാനിപ്പിച്ചു. ഒറ്റയടിക്ക് ഒരു കാര്യവും നടക്കത്തില്ല. ഇതെല്ലാം നടക്കും, വളരെ സ്ലോലി നടക്കും. ഇപ്പൊ മിനിസ്റ്റർമാർ ഇറങ്ങിയിട്ട് ഇവരെ ഗുണ്ടകളെയൊന്നും പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതൊക്കെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കിട്ടിയതല്ലേന്ന്. ആഭ്യന്തര വകുപ്പിന് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നത് SP-മാരെ എല്ലാം നിയന്ത്രിക്കുന്നത് CPM-ന്റെ ജില്ലാ കമ്മിറ്റികളാണെന്നൊക്കെയുള്ള ആരോപണം വരെ അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഏതായാലും നോക്കാം നമുക്ക്. വളരെ നന്ദി ശ്രീരാജൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ കണ്ണന് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആഭ്യന്തര വകുപ്പിന് പേടിയില്ലാതായോ പോലീസ് വകുപ്പിന്? സാറേ, ആദ്യം നമ്മളുടെ ഈ ആൾക്കാരുടെ മനോഭാവം, അതായത് കൊടി വെച്ചുള്ള പോലീസ്, അതായത് രാഷ്ട്രീയം നോക്കിയുള്ള പറച്ചിലും ഇവിടെ ആര് തെറ്റ് കാണിച്ചാലും അത് തെറ്റാന്ന് പറയാനുള്ള ആർജവം എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാകും. അത് ഇവിടെ നമ്മുടെ കേരള പോലീസിനെ വെല്ലാനായിട്ട് ഇന്ത്യയിൽ ഒരു പോലീസിനും സാധിക്കത്തില്ല. കാരണം അത്രക്ക് ആക്റ്റീവായിട്ടുള്ള അല്ലെ ബുദ്ധിപരമായി നീങ്ങുന്ന പോലീസുകാരാണ്, സമാധാനപരമായിട്ട്. പക്ഷെ ഈ നമ്മുടെ വിരലിൽ എണ്ണാവുന്ന അത്രത്തോളം ആൾക്കാരാണ് ഈ പറഞ്ഞ അത് ഇതിന് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ള. പക്ഷെ അവർക്ക് കർക്കശമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ നല്ല പോലീസുകാരായി ആയിട്ടുള്ളവർക്കൊന്നും ഈ ഇത്തരം ചീത്തപ്പേരുണ്ടാകത്ത ഒരിക്കലും നമ്മുടെ കേരള പോലീസിനെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഇത്തരം പറച്ചിലുകളെല്ലാം അവസാനിപ്പിക്കണമെന്നോ. അത് മറ്റുള്ളവരെല്ലാം വീര്യം കെടും.
അല്ല, വീര്യം കെടുത്തുന്നത് ഈ ചർച്ചയല്ല ശ്രീ കണ്ണൻ. ഈ വീര്യം കെടുത്തുന്നത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് പോലീസുകാർ തന്നെ തിരിച്ചറിയാം. ഏതായാലും അവരെ ഒരു എസ് ഐ പിടിച്ച് അകത്തിട്ടല്ലോ. എനിക്ക് അത് അദ്ദേഹത്തോട് വലിയ അഭിമാനം തോന്നുന്നു. കാരണം അങ്ങനെയുള്ള അതാ പറഞ്ഞ അത്രക്ക് ഈ ശങ്കൂറ്റമുള്ള അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ വേണം ഇവിടെ അധികാരങ്ങളും മറ്റ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധീർ വിളിക്കുന്നത് തൃത്താലയിൽ നിന്നാണ്. ശ്രീ സുധീർ, ഇത് പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരല്ലേ? എന്താണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ നടപടി വരാതിരുന്നത്? നേരത്തെ തന്നെ നടപടി ഇവിടെ ഈ സർക്കാർ വന്നിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ഒഴിവാക്കിയിട്ടുണ്ട്, അവർ ജോലിയിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. അതിന് കണക്കില്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, അതിന്റെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ വെറുതെ ഇപ്പൊ കാലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് 5-8 വർഷമായിട്ട് ഇപ്പോ ഈ പോലീസിലെ ഗുണ്ട മാഫിയ അങ്ങനെ സാധനം ഇല്ല. അപ്പോ ഇതിപ്പോ ഒന്ന് വന്നു. ഇതിന് മുന്നേ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിക്കുമ്പോ എന്തായിരുന്നു? നിങ്ങൾ ഈ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എന്തായിരുന്നു? അല്ല, എന്റെ ശ്രീ സുധീർ, ഞാൻ ഈ എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ആകാന്നല്ല ഞാൻ ചോദിച്ചത്. 2023 പോലീസിലെ ഈ ക്രിമിനലുകളെ കണ്ടെത്താനുള്ള നടപടി സർക്കാർ തുടങ്ങിയതാണ്. അന്ന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയതാണ്. അതെല്ലാം അന്ന് വളരെ ശക്തമായി നടക്കുന്നതിന്റെ തുടക്കം നമ്മൾ കണ്ടതാണ്. 5 ഉദ്യോഗസ്ഥരെ, നിങ്ങൾ കണക്കൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അതിൽ 4 പേർ സസ്പെൻഡ് അല്ല, പിരിച്ചുവിട്ടു. 4 പേർ CI-മാരാണ്, ഒരാൾ SI ആണ്. 2 DYSP-മാർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ അതോടുകൂടി തീരുകയാണ്. ഈ സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ കാവൽ വിവരങ്ങൾ മുഴുവൻ ചോർന്നു, ഓപ്പറേഷൻ കുബേര വിവരങ്ങൾ മുഴുവൻ ചോരുന്നു. ഇത് പറയുന്നത് ഞാനല്ല, പോലീസാണ്. പ്രതിപക്ഷ നേതാവ് നിങ്ങളെ ആരോപിക്കുന്നു, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഇത്തരം ആളുകളെ ഇവിടെ നിയമിക്കുന്നതെന്ന്. അല്ല, ഞാൻ ആ വിവരത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുകയാണ്. ഇതാണ് ഞാൻ പറയുന്നത്. വസ്തുത പറയാ. ഇപ്പൊ ഇതിന് മുന്നേ ഭരിച്ചത് അല്ല, നിങ്ങൾ ഈ മുന്നേ ഭരിച്ച ആള് കാര്യം പറയട്ടെ. അതല്ലോ, അതായത് അതുകൊണ്ടാണോ മുന്നേ ഭരിച്ച ആള്? അല്ല, മുന്നേ ഭരിച്ച കാലത്ത് പോലീസും ഭൂമാഫിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു തന്നെ വിചാരിക്കുക. അതുകൊണ്ടാണോ ഇപ്പോഴും അത് നല്ല നിർബാധം തുടരട്ടെ എന്ന് വിചാരിക്കുന്നത്? കൊച്ചി ഒരു കൊട്ടേഷൻ ഹബ്ബായിട്ട് എന്താണെന്നാണ്. കൊച്ചിയിലെ ഇപ്പൊ ഇങ്ങനെ ക്ലീൻ ആയില്ലേ? എന്ത് ക്ലീൻ ആയി? ഇത് എന്തെന്ന് പഴയതുപോലെ പോലീസ്, അവർക്ക് മണ്ണ് മാഫിയ, ഗുണ്ട, ഈ തലവന്മാര് എല്ലാരും കൂടി യാതൊരു ഗുണ്ടകളെ സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ DGP തന്നെ പല ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിങ്ങളെ ചാനല് ഗുണ്ടകളെ കൊണ്ടു വെച്ചില്ലേ? ഗുണ്ടകളെ ഉണ്ടെന്ന് നാടിനെ അറിയിക്കാൻ വേണ്ടിയാ ഗുണ്ടകള് ഞങ്ങളുടെ ചാനലിൽ ഗുണ്ടകൾ വന്നത്. ഇങ്ങനെ ഗുണ്ടകൾ ഈ നാട്ടിലുണ്ട് എന്ന് അറിയിക്കാനാ ഒരു ചാനൽക്കാരന്. ഒരു ചാനലിൽ ഈ ഗുണ്ടനെ കണ്ടെത്താമെങ്കിൽ ഗുണ്ടയെ കൊണ്ടുവെക്കണം. നിങ്ങൾ കാണണ്ടേ? ഇതാണ് നാട്ടിൽ നടക്കുന്ന അറിയണ്ടേ? ഗുണ്ടായിസം ചർച്ച ചെയ്യണ്ടേ? ഗുണ്ടയെ ഇന്റർവ്യൂ ചെയ്തു. നിങ്ങളൊരു അരമണിക്കൂർ ഗുണ്ടനെ എന്താ ചെയ്തെന്ന് അറിയണ്ടേ? ഒരു ഗുണ്ട നാട് വിട്ടിരിക്കുകയാണ്. ആ ഗുണ്ടയെ സംബന്ധിച്ചുള്ള വിവരം അറിയാനാണ് ഗുണ്ടയെ ഇന്റർവ്യൂ ചെയ്തത്. ഒരു ഗുണ്ട ഇവിടുന്ന് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് നാട് വിട്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഈ ചാനലിൽ അവർക്കൊരു വീരപരിവേഷം കൊടുക്കുക. വീരപരിവേഷം ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. ഗുണ്ടകൾ എന്നും ഗുണ്ടകളാണ്, സാമൂഹ്യ വിപത്താണ്, സാമൂഹ്യ വിരുദ്ധരാണ്. അതിനൊരു വീരപരിവേഷവും കാണാൻ ആരും തയ്യാറാകണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീരാരാധനയുമില്ല. പക്ഷേ ഇത്തരം ഗുണ്ടകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നത് തുറന്നു കാണിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമായതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഗുണ്ടയെ പിടിച്ച് അകത്തിടാൻ കഴിയാത്തത്? ഞങ്ങൾ ഒരു താരപരിവേഷവും ഒരു ഗുണ്ടയ്ക്കും കൊടുത്തിട്ടില്ല. ഗുണ്ടകളെ ഇരുത്തി ഗുണ്ടകളെ ന്യൂസ് 18 ചാനലാണോ വളർത്തുന്നത്? നിങ്ങളുടെ സംസ്ഥാനത്ത് അല്ല, നിങ്ങളുടെ ശുചിമുറിയിൽ കയറി ഒളിച്ചിരുന്നിട്ടൊന്നും ഒരു ന്യൂസ് 18-കാരനെയും പിടിച്ചിട്ടില്ലല്ലോ. പിടിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. ആ ജാളിത മറക്കാൻ ഞങ്ങളൊരു ഗുണ്ടയെ കൊണ്ടുവന്ന് അയാളുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിലാണ്. അല്ലാണ്ട് ശുചിമുറിയിൽ കയറി ഒളിഞ്ഞിരുന്നിട്ട് ഒരു SI വരുമ്പോൾ ഓടിപ്പോവുകയും എന്നെ അറസ്റ്റ് ചെയ്താൽ അത് കാണാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ ആർക്കും ഒരു ഗുണ്ടയുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഒരു ഗുണ്ടയുടെ അച്ചാരം പറ്റുന്നില്ല. ഞങ്ങൾ മണൽ മാഫിയയോ ബ്ലേഡ് മാഫിയയോ അതുപോലെ ഏതെങ്കിലും മാഫിയകളുമായൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ അവരുടെ ആരുടെ അച്ചാരം വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ ഫോൺ പരിശോധിച്ചാൽ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ രേഖകളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരെ തൽക്കാലം എന്തായാലും ഒരു ക്ലാസ് ജേർണലിസത്തെ പറ്റി അങ്ങയിൽ നിന്ന് പഠിക്കേണ്ടതില്ല. അങ്ങ് ഇത്തരം ഗുണ്ട ആളുകളെ നിയമിക്കുന്നവരോട് ഈ ചോദ്യം ഉന്നയിച്ചാൽ ഈ നാട് കുറെ കൂടി മെച്ചപ്പെടും. അതാണ് അതിന്റെ വാസ്തവം. ഏതായാലും വളരെ നന്ദി ശ്രീ സുധീർ. താങ്കൾ തുടർന്നും വിളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസന്നൻ മാളയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസന്നന് എന്ത് തോന്നുന്നു? ഗുണ്ടകളെ വളർത്തുന്നത് ചാനലുകളാണോ?
തീർച്ചയായിട്ടും അല്ല സാർ. ഈ ചാനലുകാരെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടില് പല മേഖലയിലും നല്ല ഉദ്യോഗസ്ഥര്, നല്ല രാഷ്ട്രീയക്കാര്, കുറെ പേര് നല്ലൊരു ആളുകളുണ്ട്. പക്ഷേ അത് ഇന്ന് പോകുന്തോറും ജീർണിച്ച് വരികയാണ്. എല്ലാ മേഖലയിലും, രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒരു ജീർണത സമൂഹത്തില് പൊതുവെ നമുക്ക് കാണാം. കാരണം പ്രത്യേക ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അറിയാതെ നമ്മുടെ പുഴയിലേക്ക് ഈ മാലിന്യം കമ്പനികൾ ഒഴുക്കുമോ? ആ വെള്ളം, ആ മലിനജലം പമ്പ് ചെയ്ത് ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നു. ഇതൊന്നും നമ്മുടെ നാട്ടില് ആരും അറിയാത്തതാണോ? ഇത് നമ്മൾ പച്ചയായ ഒരു കാരണമാണ്. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്നതാണ്. ഈ പുഴയിലെ വെള്ളം പമ്പ് ചെയ്ത് സിറ്റിയിൽ മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കണം. ഇത് എങ്ങനെ സംഭവിക്കണം നമ്മുടെ നാട്ടില്? ഇത് ഉദ്യോഗസ്ഥര്, അതായത് ആർജവമുള്ള ഭരണാധികാരികൾ, ഏത് കൊടി നിറായിക്കോട്ടെ, ഇടതുപക്ഷമോ വലതുപക്ഷമോ ഏത് പക്ഷെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ആജ്ഞാശക്തിയുള്ള ഭരണാധികാരികള് ഇല്ലാതെ വരുന്നതും ഒരു കുറവാണ്. ഇതൊന്നും കാണാത്തതല്ല. ഇപ്പൊ നമ്മുടെ ഈ ചാലക്കുടി പുഴ തന്നെ, അല്ലെങ്കിൽ ആലുവ പുഴ തന്നെ എത്രയോ കമ്പനികള് ഈ വിഷയം അതല്ലാത്തതുകൊണ്ട്, ഏതായാലും ശ്രീ പ്രസിഡന്റിന്റെ നിലപാട് വ്യക്തമാണ്. അത് വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, ജമാൽ. ശ്രീ ജമാൽ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജമാൽ, പണ്ടും ഗുണ്ടകൾ സർക്കാരുമായി അല്ലെങ്കിൽ ആളുകളുമൊക്കെ ഒരുമിച്ചിരുന്നിട്ടുണ്ട്, പോലീസുകാരുമൊക്കെ അവർക്ക് സൗഹൃദമുണ്ടായിരുന്നു. അതൊരു പുതിയ സംഭവമല്ല, അതിലൊന്നും ഇനി വേവലാതിപ്പെടേണ്ട എന്ന ഈ ന്യായീകരണത്തെ ശ്രീ ജമാൽ എങ്ങനെയാണ് കാണുന്നത്? അത് AKG സെന്ററിൽ നിന്ന് അടിച്ചിറക്കുന്ന ക്യാപ്സൂളുകളാണ്. അത് വിഴുങ്ങിയിട്ട് വന്നിട്ട് ന്യൂസ് 18 ചർച്ചയ്ക്ക് വരികയാണ് സഹാക്കള്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേരളത്തിലെ പോലീസ് 75% ഗുണ്ടായുസം തന്നെയാണ് കാണിക്കുന്നത്. അത് പ്രതിപക്ഷ സമരങ്ങളോടായാലും ശരി. എന്തിനേറെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽപ്പെട്ട അനില് കാണിച്ചത് എന്തായിരുന്നു? ഗുണ്ടായുസമല്ലേ? എന്നിട്ട് പോലീസിനെ വിമർശിച്ചു പറഞ്ഞു പറഞ്ഞാൽ ചെണ്ടത്തരം ചെയ്യുന്ന പോലീസിനെ വിമർശിച്ച പോലീസിന്റെ മനോവീര്യം കെടുത്തലാണ്. ഈ അഭിപ്രായം ഹൈക്കോടതിയിലും പറഞ്ഞു. അവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്താണ്? വിമർശനം എന്താണ്? അങ്ങനെ അങ്ങോട്ട് കെട്ടുപോണ മനോവീര്യമാണ് പറഞ്ഞ കെട്ടുപോട്ടെ എന്നാണ്. എല്ലാ കേരളത്തിലത്തെ പോലീസുകാരനെയും കുറ്റം പറയാൻ നമ്മൾ ആളല്ല. 25% വിഷവിത്തുകൾ പോലീസിലുണ്ട്. ഇന്നലെ ഇതിൽ പോയി ഒളിച്ച പോലീസുകാരനടക്കം. എന്തിനേറെ ഇടയ്ക്ക് ഈ മിലിഞ്ഞാന്ന് 3 ദിവസം മുമ്പല്ലേ ഒരു മാധ്യമ പ്രവർത്തകന്, ഒരു പരിസ്ഥിതി പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനും ഒരു ഫോട്ടോഗ്രാഫറുമായി ഒരാളെ കൊണ്ടുപോയി നിർത്തിയത്, ഒരു വനിതാ പോലീസിന്റെ മുമ്പിൽ അടിയിട്ട് നിർത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഗുണ്ടകളിനെയൊക്കെ പിടിച്ചിട്ട് പോയിട്ട് അത് പോയി നിർത്താനുള്ള തന്റെ ഇടം കേരളത്തിലത്തെ പോലീസിനും പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിക്കും ഉണ്ടാവണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജയകുമാർ, നമ്മൾ കുറെ കൂടി കർക്കശമായ നിലപാടുകൾ ഈ പോലീസ് ഗുണ്ടാ ബന്ധം തടയുന്നതിന് എടുക്കേണ്ടതല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഇത് ഈ സതീശൻ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ല ഈ കേസ്. ഇത് അവരുടെ പോലീസ് തന്നെ പോയി കണ്ടുപിടിച്ച് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നാണ് ജനങ്ങൾ അറിയണത്. അല്ലാതെ തന്നെ ജനത്തിന് വ്യക്തമായിട്ട് അറിയാം ഇവിടെ എന്താണ് നടക്കുന്നത്. പുറത്തിറങ്ങി നടക്കാൻ സാധിക്കത്തില്ല. കൊച്ചിന് പോലും പകലോ രാത്രിയോ വീട്ടിൽ കിടത്ത് ഉറങ്ങാൻ സാധിക്കത്തില്ല. പൊക്കിക്കൊണ്ട് അതിനെ അവമാനിക്കണം. ഇതെല്ലാം ഇവിടുത്തെ ഗുണ്ടകളാണ്. DYFIയുടെയും SFIയുടെയും ഗുണ്ടകളെയാണ് ഇവിടെ പോലീസായിട്ട് നേരത്തെ മുതൽ വച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്രിമിനലുകളാണ് ഈ പരിപാടി അത്രയും ആസൂത്രണം ചെയ്യുന്നത്. അതിന് മുഖ്യമന്ത്രി ഒത്താശയും. കാരണം അദ്ദേഹം തന്നെ കൂടെ കൊണ്ടു നടന്നിങ്ങനെ സംരക്ഷണം കൊടുത്തോണ്ട് നടക്കുകയായിരുന്നു ഈ ഗുണ്ടകൾക്ക് അത്രയും. ഈ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ജോൺസൺ മാവുങ്കലിന്റെ അവിടെ സിംഹാസനത്തിൽ കയറിയിരുന്ന ഒരു മാന്യനുണ്ടായിരുന്നു. ഏതെല്ലാം തലപ്പത്തിലാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ഇന്ന് ഈ ഒളിച്ചിരുന്ന DYSPക്ക് 31 എങ്ങാണ്ട് റിട്ടയർമെന്റ് ആണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ പ്രൊമോഷനോടുകൂടി ആയിരിക്കും റിട്ടയർമെന്റ്. ഇവിടുന്ന് പിടിക്കുന്ന എല്ലാ പോലീസുകാരനും പ്രൊമോഷനായിരിക്കും. ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് ഇതേ നടക്കുള്ളൂ. മാലക്കള്ളന്മാരെ, ഈ മാല മേടിച്ചവരെയും മാങ്ങ മേടിച്ചവരെയൊക്കെ എന്താണ് അവർ ചെയ്തത്? പ്രൊമോഷൻ കൊടുക്കുക അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഏതെങ്കിലും പാവങ്ങളെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരെ 1-2 വരെ അവർ സസ്പെൻഡ് ഡിസ്പെൻഡ് ചെയ്താണ്. അത് വേറെ ഏതെങ്കിലും ഇതിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അല്ലാതെ ഈ DYFI ഗുണ്ടകളെയും SFI ഗുണ്ടകളെയും നേരത്തെ മുതൽ ഈ പോലീസിൽ ഉൾപ്പെടുത്തി, റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുത്തി, എവരായിട്ട് വളർത്തി ഈ നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുത്ത് കൊണ്ടുനടന്ന അവർക്ക് എന്ത് പണിയും കാണിക്കുന്നതിന് ഒരു മടിയില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഗുണ്ടകളെ നിയന്ത്രിക്കാൻ കുറെ കൂടി ശക്തമായ നിലപാടുകൾ ആവശ്യമില്ലേ?
വരുന്നൊരു കാലത്ത് അത് എളുപ്പമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ട്, ഒപ്പം ഒട്ടനവധി വിദ്യാസമ്പന്നരായ ആളുകൾ പോലീസിലേക്ക് വരുന്നുണ്ട്, അവരുടെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ശുചിമുറിയിൽ വിളിച്ചിരുന്ന ഗുണ്ടയെ പിടിച്ചത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഈ സംഭവങ്ങളെ ശക്തമായി നേരിടാൻ, നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ നമുക്ക് എവിടെയെങ്കിലും? അതിനു മുമ്പ് നമ്മുടെ ഈ ജോൺസൺ മാവുങ്കലിന്റെ അവിടെ പോയിട്ട് സൗന്ദര്യ ചികിത്സയ്ക്ക് കിടന്നതാരാ? KPCC പ്രസിഡന്റ്. ഇവിടെ 70% പേര് വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കി 2-3 പേരെ സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസിന്റെ KSU. ഇനി വളർന്നു വരുന്ന കോൺഗ്രസ്സാണ്. ഇവരൊക്കെയാണ് ഇത് പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് മനു, നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടമാണ്. ഏത് പാർട്ടി മാറി മാറി വന്നു കഴിഞ്ഞാലും ഇവരിൽ ലോകത്ത് തന്നെ ഏത് പോലീസ് എടുത്തു കഴിഞ്ഞാലും ഒരു 60%-നും 70% ഒക്കെ മാർക്ക് മാക്സിമം കൊടുക്കാൻ കഴിയും. ബാക്കി 30% നമുക്ക് പല രീതിയിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ, ജനങ്ങളുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മനു തന്നെ ഇപ്പൊ മാങ്ങാ മോട്ടിച്ചെന്ന് പറഞ്ഞു, മാങ്ങാ മോട്ടിച്ച ആളിപ്പോ ഇതുണ്ടോ? ഇപ്പൊ സർവീസിലുണ്ട്. മനു തന്നെ ഒരു കണക്ക് പറഞ്ഞില്ലേ, 5 പേരെ പുറത്താക്കി, ഇത്ര പേരെ ഇതാക്കി എന്നൊക്കെ. ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവന്നാണ്. ഇതിനൊക്കെ ഓരോ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ ഓരോ എടുത്ത് മുന്നോട്ട് പോകുക. നമുക്ക് എടുത്ത ഉടനെ തന്നെ തലവെട്ടിക്കളയാനോ പുറത്താക്കാനോ കഴിയില്ല. അങ്ങനെ ഓരോന്നുണ്ട്. കോടതിയിൽ പോകണം. ഇപ്പൊ തന്നെ എറണാകുളം DCC പ്രസിഡന്റ് ഒരു പോലീസിനെ ആക്രമിക്കുന്ന കണ്ടില്ല. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുക ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ DYSPയെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് എന്തിന്റെ ഭാഗമായിട്ടാണ് പിടിച്ചത്? മനുവിന് അറിയാലോ, ഓപ്പറേഷൻ ആഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ഗുണ്ടകളുടെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അത്. ആ ഓപ്പറേഷന്റെ ഭാഗമായി അവിടെ രഹസ്യമായിട്ട് അവർ നോട്ടീസ് ചെയ്ത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലത്ത് പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഈ പോലീസുകാരനെയും പിടിച്ചിരിക്കുന്നത്. അയാളെ വെച്ച് എന്തെങ്കിലും രക്ഷിക്കുക ചെയ്തത്, കൃത്യമായി അയാളെ സസ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത നടപടിയിലേക്കാണ് പോകുന്നത്. സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് വളരെ വ്യക്തമായി താങ്കളുടെ അഭിപ്രായം. 3 പ്രേക്ഷകർ കൂടി എനിക്കൊപ്പമുണ്ട്. സമയം തീരാറുമായി. അൽത്താഫ് എരുമേലിയിൽ നിന്ന്. അൽത്താഫ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പ്രതീക്ഷയുണ്ടോ ഗുണ്ടാ പോലീസ് ബന്ധം അവസാനിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും എന്നതിൽ? സാർ, ഇതിനകത്ത് പോലീസുകാരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഗുണ്ടകളുടെ സ്വാധീനം എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഈ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. അതിനെ ഒരു തരത്തിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ വന്നിരിക്കുന്ന DYSP സസ്പെൻഡ് ചെയ്ത നടപടിയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഗുണ്ടകളുമായിട്ടൊരു അദ്ദേഹത്തിന്റെ ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനിലേക്ക് ഒരു ഗുണ്ടകൾ വന്ന് അവിടെ പാർട്ടി നടത്തിയതോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം, ന്യൂസ് 18-ൽ ഒരു ചർച്ചയിൽ കൊട്ടേഷൻ സംഘാംഗം വന്നതിനോടും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. സാർ നേരത്തെ പറഞ്ഞു, അതിനകത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളെ കൊണ്ടുവന്നിരുന്ന് ചർച്ച നടത്തുന്നത് ഏത് രീതിയിൽ ന്യായീകരിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുകൂടി ഞാൻ പറയാം. ശരി, വ്യക്തം. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ തിരൂരിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് തീർക്കാൻ ഒരു പ്രേക്ഷകൻ കൂടി എനിക്കൊപ്പം പ്രതികരിക്കാനുണ്ട്. ശ്രീ ബാലകൃഷ്ണന് പറയാം. യെസ്, രാധാകൃഷ്ണൻ ചാത്തന്നൂർ. ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ സമയം അവസാനിക്കാറായി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ DYSPയെ പിടിക്കുന്നതിനായിട്ട് ആ സംഭവ സ്ഥലത്ത് പോകുമ്പോൾ, ആ സെർച്ച് നടത്തുമ്പോൾ പോയത് ആരും രാഷ്ട്രീയ പാർട്ടിക്കാരല്ല പോയത്, പോലീസ് തന്നെയാണ് പോയത്. സ്വന്തം വർഗത്തിലുള്ള ഒരാളെ രക്ഷിക്കുവാൻ പോലീസിന് എന്തെങ്കിലും വഴിവിട്ട ഒരു കാര്യം ചെയ്യാമായിരുന്നെങ്കിൽ അതിൽ നടത്താമായിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ, വിമർശകരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സർക്കാരിനെയും ഈ പോലീസിനെയും ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇഷ്ടമല്ലാത്ത അച്ച് ചെയ്യുന്നതൊക്കെ കുറ്റം. അതാണ് അതിന്റെ ഒരു ചുരുക്കം. ബോധമുള്ള ജനങ്ങൾക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ അതിന് ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ശക്തമായ നടപടിയെടുത്ത ഒരു സർക്കാരാണിത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്രൈം ചെയ്താൽ അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും. അവർ കേസ് പറഞ്ഞ് തിരിച്ച് ആ സസ്പെൻഷൻ കാലത്തെ ശമ്പളം കൂടെ പറ്റിക്കൊണ്ട് സർവീസിൽ തിരിച്ച് പ്രവേശിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി സർവീസിൽ നിന്ന് തന്നെ, നിങ്ങൾക്ക് മനുവിനറിയാമല്ലോ, നിങ്ങൾ പഴയ ചരിത്രങ്ങൾ പഠിച്ചു നോക്കൂ, ആ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ വിവിധ വകുപ്പുകളിൽ ഇത് ഇപ്പൊ സമീപകാലത്ത് നമ്മൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആർജവം കാട്ടുന്ന ഒരു സർക്കാർ ഈ സർക്കാർ അല്ലാതെ ഉണ്ടെന്ന് മനുവിന്റെ അഭിപ്രായത്തിൽ പറയാൻ സാധിക്കുമോ? ഏതായാലും സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം നല്ല ഒരു ആക്ഷൻ ഞങ്ങൾ കണ്ടിരുന്നു. അത് ഞങ്ങൾ തുറന്നു പറയാനും മടിയില്ല. പക്ഷേ ഈ വർഷവും അത് തുടരണം എന്നാണ് എനിക്കും വ്യക്തമാക്കാനുള്ളത്. ഏതായാലും ഗുണ്ടകളുടെ ശുചിമുറിയിൽ ഇരിക്കേണ്ടവരല്ല നമ്മുടെ DYSPമാർ. അവർ അതിനേക്കാളൊക്കെ വലിയ പദവിയിലാണ് ഇരിക്കുന്നതെന്ന ബോധം അവർക്ക് ഉണ്ടാകേണ്ടതുമാണ്.
ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.